ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 87 റിവ്യൂ. ക്യാപ്റ്റനെ റെസ്പെക്റ്റ് ഇല്ല, ക്യാപ്റ്റൻസി കുളമാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് നൂറ അനുമോൾക്കെതിരെ. ഇത് പറയാൻ നൂറയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? കഴിഞ്ഞ ക്യാപ്റ്റൻസിമാരെ ഒട്ടും ബഹുമാനം കൊടുക്കാത്ത നൂറ, എങ്ങനെയെങ്കിലും ക്യാപ്റ്റന്മാരെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയും ചെയ്യാത്ത നൂറ. 3 ദിവസത്തോളം നൂറ പണിയും ചെയ്തിട്ട് പണിയിപ്പിച്ചിട്ടുമില്ല. അനുമോൾ 3 ദിവസത്തോളം വെസൽ പാത്രം കഴുകാതെ നിന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന നൂറയും ആദിലയും ഷാനവാസും ഒക്കെ. കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചൺ ക്യാപ്റ്റന്മാരെ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിക്കാതെ തന്നിഷ്ടം കാണിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ഈ 3 പേരും കൂടെ ഉണ്ടാക്കിയപ്പോൾ എവിടെ പോയി നൂറയുടെ ഈ ക്യാപ്റ്റൻസിയുടെ ബഹുമാനം? ഇരട്ടത്താപ്പ്. സ്വന്തം കാര്യം വരുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കളിക്കുന്ന കൂട്ടരാണ് ആദിലയും നൂറയും അനുമോളും ഒക്കെ. ഡബിൾ സ്റ്റാൻഡല്ല, പല സ്റ്റാൻഡുകളും കടന്നുപോകും. രാവിലെ നെവിൻ സാബുമാനെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. സാബുമാൻ നാരദപ്പണിയാണ് കാണിക്കുന്നതെന്നും ഇവിടെ പറയുന്നതല്ല അവിടെ പറയുന്നതെന്നും പാട്ടാ ഗേൾസിന്റെ വലിയ ഗ്രൂപ്പിനെ തകർക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്നും അനുമോളൊക്കെ അത് ശരിവെക്കുന്നുമുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ പയർ കറി വിളമ്പിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടായത്. സാബുമാന് കുറച്ച് ചോറ് മതി, അതിനനുസരിച്ച് മാത്രമാണ് പയർ അനുമോൾ വിളമ്പിയത്. തനിക്ക് പയർ വേണമെന്ന് സാബുമാൻ. അനുമോൾ കുറെ പയറുകൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബാലൻസ് കുറെ ചോറുണ്ടായിരുന്നു. ആ ചോറ് പിന്നെ കഴിക്കുന്നവർക്ക് കഴിക്കാനായിട്ട്. ശരിക്കും അങ്ങനെ ഒരു ഏർപ്പാട് അവിടെ ഇല്ലായിരുന്നു. വൈകിട്ടത്തേക്ക് വേറെ ഉണ്ടാക്കും. ഇപ്പോൾ തൽക്കാലം ഉച്ചത്തേക്കുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മാറ്റി വെക്കേണ്ട കാര്യമൊന്നും അനുമോൾക്കില്ല. അങ്ങനെ മാറ്റി വെച്ചു. അതിൽ പിടിച്ച് ബാക്കിയുള്ളവരെല്ലാം കയറി പിടിച്ചു. ഷാനവാസും വന്നു, ആദിലയും അനുമോളൊക്കെ ഭയങ്കര പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ. അതിനിടയിൽ പയർ വിളമ്പാൻ വേണ്ടി പിടിവലി അനുമോളും ആദിലയും തമ്മിൽ കുറച്ച് പയർ ചാടിപ്പോവുകയും ചെയ്തു. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ ആദില. കിച്ചണിൽ നിൽക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അനുമോൾ വെസലിലേക്കും നെവിനെ കിച്ചണിലേക്കും മാറ്റി ക്യാപ്റ്റനായ നൂറ. കഴിഞ്ഞവണ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത നൂറ ഇപ്പോൾ അനുമോൾക്കെതിരെ സംസാരിക്കുന്നു. നൂറയ്ക്ക് വേണ്ടി തന്റെ ക്യാപ്റ്റൻസി കുളമാകുമോ എന്ന്. ഏതായാലും കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇവർക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് തിരിച്ചു വരിക. വെസലിൽ വന്നപ്പോഴും അവിടെയും പ്രശ്നം. അനുമോൾ താൻ പാത്രങ്ങൾ വൈകിട്ട് കഴുകാമെന്നും ക്യാപ്റ്റനായ അക്ബർ ഞാൻ പകുതി കഴുകി വെച്ചിരുന്നു, ബാക്കി അനുമോൾ കഴുകണമെന്നും. അതിനെ സപ്പോർട്ട് ചെയ്ത് നൂറ അനുമോളോട് കഴുകാൻ. അനുമോൾ പറ്റില്ല, വൈകിട്ട് ഞാൻ കഴുകിക്കൊള്ളാമെന്ന്. PR നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ നീ ഇങ്ങനെ കളിക്കുന്നതെന്ന് അനുമോളോട് നൂറ. ഫിനാലെ വീക്കിൽ എത്തിയതിന്റെ അഹങ്കാരമല്ലേ നിനക്കെന്ന് അനുമോൾ തിരിച്ചടിച്ചു. നിന്റെ ശരിക്കും സ്വഭാവം പുറത്തു വന്നു എന്ന് നൂറ ടോപ്പ് 5 എത്തിയതിൽ ഷാനവാസും അനുമോളുമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് കരുതിയെന്ന് ആദില. ഇരിപ്പ് ഇപ്പൊ പുറത്തു വന്നുവെന്ന് ആദില. നിങ്ങൾ എന്റെ കൂടെ എന്തിനാണ് കൂടിയതെന്ന് മനസ്സിലായെന്ന് അനുമോൾ ആദിലയോട്. അനുമോൾ വെസൽ കഴുകാത്തതിന്റെ പേരിലുള്ള വഴക്കുകൾ. ഉച്ചക്കത്തെ വഴക്കിലും ഇപ്പോഴത്തെ വഴക്കിലും ആദിലയും നൂറയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. അനുമോൾ ഉച്ചയ്ക്ക് കരഞ്ഞപ്പോഴും ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അനീഷാണ്. അനുമോളുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്കപ്പെടാതെ അനീഷ് കൂടെ ഇരിക്കുന്നു. അനുമോൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. തന്റെ PR പറ്റി മറ്റാര് പറഞ്ഞാൽ തനിക്ക് കുഴപ്പമില്ലെന്നും ആദിലയും നൂറയും അങ്ങനെ പറഞ്ഞാലാണ് തനിക്ക് വിഷമമെന്നും അനുമോൾ. നൂറയും ആദിലയും കരയുന്നുണ്ടായിരുന്നു. ആദില പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ ഫെയിം വിചാരിച്ചാണ് തങ്ങൾ കൂട്ടുകൂടിയതാണ് അനുമോൾ കരുതിയെന്ന്. ഇനി ആ കൂട്ടൊന്നും വേണ്ടെന്ന് അവർ പറയുന്നു. വൈകിട്ട് മീറ്റിംഗ് കൂടി അനുവിനെതിരെ ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാവരും. അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അനീഷ് മാത്രമാണ് കൂടെയുള്ളത്. അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇന്ന് പണം കിട്ടുന്നതിനുള്ള 3 ടാസ്കുകളാണ് ഉള്ളത്. അതിലാദ്യം ഒരു ഫാനിൽ 10 കപ്പുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത് ബോള് ഒരു സ്റ്റാൻഡിൽ കുത്തിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടുന്ന ആൾക്ക് 5000 വെച്ച് കിട്ടും. ടോട്ടൽ 50,000. ഷാനവാസ് 2 എണ്ണത്തിൽ കൊള്ളിച്ച് 10,000, അക്ബർ 2 എണ്ണത്തിൽ കൊള്ളിച്ച് 10,000, അനുമോൾ 1 എണ്ണത്തിൽ കൊള്ളിച്ച് 5000 നേടി. അടുത്ത ടാസ്കിൽ ഒരു പരന്ന പ്രദേശത്ത് കുറെ കുഴികളുണ്ടായിരിക്കും. അതിന്റെ അറ്റത്ത് 5 കപ്പുകൾ കെട്ടി തൂക്കിയിട്ടുണ്ട്. കുഴി ചാടാതെ അറ്റത്തുള്ള കപ്പിൽ ബോൾ ഉരുട്ടി ചാടിക്കുകയാണെങ്കിൽ ഒരു കപ്പിന് 10,000 രൂപ വെച്ച് കിട്ടും. ടോട്ടൽ 50,000. ഒരെണ്ണം കറക്റ്റായിട്ട് കൊള്ളിച്ച് അനീഷ് 10,000, 2 എണ്ണം കൊള്ളിച്ച് അക്ബർ 20,000, ഒരെണ്ണം കൊള്ളിച്ച് സാബുമാൻ 10,000 നേടി. സാബുമാന്റെ സന്തോഷം കാണണം. അടുത്ത ടാസ്ക് വളയും അറിഞ്ഞ് പണം നേടുക എന്നതായിരുന്നു. 2,500 20 കെട്ടുകൾ, അതിനോടൊപ്പം കുറെ സാധനങ്ങളും. ഷാനവാസിന് 2,500 കിട്ടി, നൂറയ്ക്ക് 5,000. വേറെ ആർക്കൊന്നും കിട്ടിയിരുന്നു. ഈ കിട്ടിയതെല്ലാം വിന്നറിന്റെ എമൗണ്ടിൽ നിന്ന് കുറയും. പാട്ടാ ഗേൾസ് പിരിയുമോ? അനുമോളും ആദിലയും നൂറയും വീണ്ടും ഒന്നിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരത്തെ പറ്റി കമന്റ് ചെയ്യുമോ? അക്ബറും നെവിനും ഇവരെ വിളിച്ച് സന്തോഷിക്കുമോ? കാണാം. പരസ്പരം ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിം വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയാണ്.